ശിശുസ്നാനം സ്വീകരിക്കുന്ന സഭകൾ, മുതിർന്ന സ്നാനം സ്വീകരിക്കുന്ന സഭകൾ രണ്ടായിട്ട് വിഭജിക്കും. ലോകത്തിലെ മെയിൻലാൻഡ് ചർച്ചസ് എന്ന് പറയുന്ന സഭ, കത്തോലിക്ക സഭ, ആംഗ്ലിക്കൻ സഭ, ഓർത്തഡോക്സ് സഭകൾ, ഓർത്തഡോക്സ് സഭകളിൽ പെട്ടൊരു സഭയാണ് നമ്മുടെ സഭ, ഓർത്തഡോക്സ്. ഈ സഭകളെല്ലാം ശിശുക്കളെ സ്നാനം. മറ്റതിനെ പൊതുവെ കോൺഗ്രിഗേഷണൽ ചർച്ചസ്, ബ്രദേഴ്സ് സഭ, പെന്തക്കോസ്റ്റൽ സഭകൾ, അത് വളരെ എണ്ണത്തിലുള്ള കൂടുതൽ ആ സഭ. പിന്നെ ന്യൂ ജനറേഷൻ ചർച്ചസ്, അവരിൽ പലരും ഈ മുതിർന്ന സ്നാനത്തിന് പ്രാധാന്യം കൊടുക്കും. എന്തുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ സ്നാനപ്പെടുത്തുന്നത് ആവശ്യമാണ് എന്ന് പറയാനായിട്ട് ഈ കൊച്ചുകുഞ്ഞിന് ഞാനിവിടെ ചെയ്യുന്നതായിട്ടുള്ള ഈ ശുശ്രൂഷ മനസ്സിലാക്കുമായിരുന്നു. കാരണം ഞാൻ ആ കുഞ്ഞിൻ്റെ തലയിൽ എഴുതുമ്പോഴും അതിന് പേര് എഴുതുമ്പോഴും അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ ചിലപ്പോൾ ആ കുഞ്ഞിക്കാര്യം അപരിചിതമായതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തീരെ ആ കുഞ്ഞിനൊന്നും അറിയുന്നില്ല എന്ന് പറയാൻ സാധിക്കും. എന്നാൽ വേണ്ടതുപോലെ ഈ പ്രാർത്ഥനയുടെ മനസ്സിലാക്കാൻ കുഞ്ഞിന് കഴിയും. അപ്പോൾ 10-14 വയസ്സൊക്കെ ആവുകയാണെങ്കിൽ അതിനൊരു കഴിവുണ്ട്. വിശ്വസിച്ചുകൊണ്ട് തന്നെ സ്നാനപ്പെട്ട് സഭയിൽ ചേരാം. ഇതാണ് ഈ അഭിപ്രായ വ്യത്യാസം. ഈ ശിശു സ്നാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സഭകൾ രണ്ട് വിധത്തിൽ. ഒന്ന്, കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവകൃപയ്ക്ക്, ഗ്രേസ്. എഫേസ്യ ലേഖനത്തിൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ വിശ്വാസം എന്നുള്ളത് പോലും ദൈവം തൻ്റെ കൃപ കൊണ്ട് നമുക്ക് നൽകുന്നു, അല്ലാതെ നമുക്ക് വിശ്വസിക്കാൻ. അപ്പോൾ ദൈവകൃപയാണ് എല്ലാറ്റിനും മുമ്പുള്ളത് എന്നുള്ളൊരു എംഫസിസ്. അപ്പോൾ ദൈവകൃപയാണ് ഏറ്റവും മുൻപുള്ളതെങ്കിൽ ആ ദൈവകൃപയ്ക്ക് ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കാനും ആ കർത്താവിന്റെ ശരീരമാവുന്ന സഭയിലേക്ക് അതിനെ സ്വീകരിക്കാനും അതിനെ വളർത്താനും ആ ദൈവകൃപയ്ക്ക് സാധിക്കും. അപ്പോൾ ചോദ്യം, ഫെയ്ത്തിന് സ്ഥാനമില്ല. ഫെയ്ത്തിന് സ്ഥാനം, കമ്മ്യൂണിറ്റിയുടെ ഫെയ്ത്തിന് ഒരു പ്രാധാന്യം. അതാണ് ഓർത്തഡോക്സ് ചർച്ചസിന്റെ എംഫസിസ്. പണ്ട് കാലങ്ങളിൽ ഇപ്പം ഞാനൊക്കെ പട്ടം എടുക്കുന്ന ആ സമയത്ത് പോലും അതൊരു 10-15 വർഷം, 36 വർഷം ഞായറാഴ്ചകളിൽ സ്നാനം നടത്തണമെന്ന് പറയുന്നത്. കാരണം ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്യുന്നത് ഞായറാഴ്ച ആരാധന ഇരിക്കുന്ന എല്ലാവരും. അപ്പോൾ സ്നാനം അന്നേരം നടത്തുകയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റി മുഴുവനും കൂടെ കർത്താവെ എന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് നീതാനുമായി തന്നിരിക്കുന്ന കുഞ്ഞിനെ നീ അനുഗ്രഹിക്കണമേ. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഫെയ്ത്ത്, അത് ഓരോ ഇൻഡിവിജ്വലിൻ്റെ. അപ്പോൾ ഈ കുഞ്ഞ് ഫെയ്ത്ത് കമ്മ്യൂണിറ്റി വളരുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ പടിയാണ് ഫെയ്ത്ത് കമ്മ്യൂണിറ്റി. അതാണ് കുഞ്ഞിച്ച് കഴിയുമ്പോൾ സൺഡേ സ്കൂളിൽ പോകും, VBS പോകും, പള്ളിയിൽ അപ്പനെ അമ്മയെ പോകും, അവിടെയുള്ള അച്ഛനെ കാണും, അവിടെ ആരാധനയിൽ പങ്കെടുക്കും, ചിലപ്പോൾ പള്ളിയിൽ ഓടി നടക്കും. ഇതെല്ലാം ആ ഫെയ്ത്ത് കമ്മ്യൂണിറ്റി വളരാൻ. നമ്മൾ കൊച്ചു പിള്ളേരെ ചേർക്കുന്നത് 12 വയസ്സ് കഴിഞ്ഞാണ് സ്കൂളിൽ ചേർക്കുന്നത്.
പേരിടുന്നത് 12 വയസ്സ് കഴിഞ്ഞാണ്. അല്ലല്ലോ, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ 2 or 3 വയസ്സുള്ളപ്പോൾ തന്നെ നമ്മൾ സ്കൂളിൽ വിടുകയാണ്. എന്തിനാണ്? ആ ഒരു എഡ്യൂക്കേഷൻ കമ്മ്യൂണിറ്റി ഇങ്ങനെ വളരെ അപ്പം എഡ്യൂക്കേഷൻ വളരെ എളുപ്പമാണ്. അതിനാണ് അതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയോടുള്ള നമ്മളുടെ ആ കമ്മ്യൂണിറ്റി സമൂഹത്തിൻ്റെ ഫെയ്ത്ത് ഡിക്ലറേഷൻ അതിൻ്റെയൊക്കെ ഒരു എൻട്രൻസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കുഞ്ഞിനെ നമ്മൾ ചെറിയ പ്രായത്തിൽ സ്നാനം. ഇനിയും ഈ കുഞ്ഞ് 12 വയസ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ വിശ്വാസം ഏറ്റു പറയാനായിട്ടുള്ള ഒരു ആരോഗ്യമൊക്കെ പ്രായമാകുമ്പോൾ ആദ്യ കുർബാന ചൊല്ലുന്ന സമയത്ത് ഇന്നിവിടെ പറഞ്ഞു തരുന്നതായിട്ടുള്ള സത്യവാദം അമ്മയെ കുഞ്ഞ് തന്നെ ഏറ്റുപറയുമ്പോൾ ആ കുഞ്ഞിനെ സഭയുടെ വഴിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ആ ഫെയ്ത്ത് ഡിക്ലറേഷൻ അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള പ്രേരണ കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ ഈ ശുശ്രൂഷകളുടെ ഉദ്ദേശം. അതുകൊണ്ട് ഇന്നിവിടെ സംബന്ധിക്കുന്ന എൻ്റെ ആളുകൾക്കുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഈ കുഞ്ഞ് അതിൻ്റെ ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്യുന്ന സമയം വരെ അതുതന്നെ അതിൻ്റെ വായോട് പറയുന്നത് കർത്താവേ ഞാൻ കാണണം. ആ ഫെയ്ത്തിൽ വളരാൻ എന്നെ സഹായിക്കും. എന്നെ വളർത്താനുള്ള മാതാപിതാക്കന്മാർക്ക് ഇത് സംബന്ധിക്കുന്നതായിട്ടുള്ള ആളുകൾ തലതൊടുന്ന എല്ലാവരും കൂടി ചേർന്ന് കർത്താവേ നീ വളർത്തണമേ, നിന്റെ ആശീർവാദം ഈ ആത്മീയ ശുശ്രൂഷകളെ യോഗ്യതയുള്ളവരാക്കണമേ. കർത്താവേ, പാവങ്ങളായ മൂലം ഇപ്പോൾ മാമോദീസയ്ക്കടുത്തുവന്നിരിക്കുന്ന ഈ പൈതലിനെ ക്ഷണിക്കപ്പെടുകയും ഞങ്ങളെല്ലാവരും അനുഗ്രഹങ്ങളുടെയും പ്രാപിക്കുകയും ചെയ്യുവാനാകണമേ. തന്റെ മഹത്വത്തിലുള്ള ദിവ്യാലോചനയാൽ ആത്മീയമായ കൂട്ടത്തിന് ജ്ഞാനാർത്ഥമായ മാമോദീസായെ നിയമിച്ചവനായി നിർവചിക്കാവല്ലാത്ത സാക്ഷാൽ പ്രകാശമായിരിക്കുന്ന ശ്രീയാനന്ദരായ തന്റെ ഇടയായ മാമോദീസ ശുശ്രൂഷ വർദ്ധിക്കപ്പെടുന്ന സമയത്ത് ആയുസിന്റെ എല്ലാ ദിവസങ്ങളും സ്തുതിയും ബഹുമാനം വന്ദനയോഗ്യമായിരിക്കുമായത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ചിതറിപ്പോയി നിങ്ങളെ കൂട്ടിച്ചേർക്കുകയും തൻ്റെ വിശുദ്ധ കൽപ്പനകളെ ആചരിക്കുന്നതിന് ഞങ്ങളെ ക്ഷണിക്കുകയും ആത്മീയമായ തൊഴുത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും രക്ഷയുടെ ഒഴുക്കിലേക്കും ജീവന്റെ ഉറവിലേക്കും ഞങ്ങളെ ആകർഷിച്ചുകൊണ്ട് നിങ്ങൾ കുറിച്ച് വെളിപ്പെടുന്നവരാകുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് തിന്മകളെ കഴിക്കളവുകയും ജീവപ്രദമായ തന്റെ ശബ്ദത്താൽ ചെയ്യുന്ന ശിവാനന്ദരായി തന്റെ കാവലിനായ ജീവിതമുദ്രവാന്മാരെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പൈതലിനെ നീ വാഴ്ത്തണമേ. നിന്റെ തൊഴുത്തിൽ ഇവരെ പ്രവേശിപ്പിക്കണമേ. നിന്റെ ആളുകളുടെ കൂട്ടത്തിൽ വേണ്ടി കൊള്ളണമേ. നിന്റെ മുഖപ്രകാശം ശോഭിക്കുമാറാകണമേ. ജന്മത്തിന് ഇവരെ യോഗ്യതവാനാക്കി നിന്റെ പിതാവിനെ മകനാക്കി തീർക്കണമേ. പഴയ മനുഷ്യനിൽ നിങ്ങളുടെ നാശമില്ലാത്ത മനുഷ്യനെ ഉദ്ധരിക്കുമാറാകണമേ. നല്ല വളർച്ചയും പൂർണ്ണതയും നൽകണമേ. ആശ്വാസം സമാധാന ജീവിതത്തിൽ നല്ല അവസാനത്തിൽ ക്രിസ്തീയ പൂർണ്ണതയ്ക്കും യോഗ്യതകളായി തീരുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളും ഇവനും നിനക്കും പിതാവും പരിശുദ്ധമായ ക്രിസ്തുവിനോടും നിറവേറ്റുവാനായിട്ട് തന്നെ ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ.
ദൈവമായ കർത്താവേ,